ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്. അപ്പോൾ പേര് പോലും അറിയാണ്ടാണ് നമ്മുടെ ആര്യൻ നോമിനേഷന് പോയത്. നോമിനേഷനായിട്ട് 2 പേരുകളാണ് പറയേണ്ടത്. ആദ്യത്തെ പേര് ശൈത്യ എന്നായിരുന്നു. ഇനാക്റ്റീവ് ആണ്, മിങ്കിൾ ആവുന്നില്ല എന്നൊക്കെയാണ് അതിന് റീസൺ പറഞ്ഞത്. രണ്ടാമത്തെ പേര് ആക്ച്വലി നിവിനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആളുടെ പേര് മറന്നുപോയി. കൊറിയോഗ്രാഫർ എന്ന് ആര്യൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരാളില്ലല്ലോ ഇവിടെ, ആരെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ആര്യനോട് പുറത്ത് ഒന്നും കൂടി പോയിട്ട് എല്ലാവരുടെയും പേരൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും വന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളി പുറത്ത് തിരിച്ചു വന്നിട്ട് എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞ് വീണ്ടും അകത്തേക്ക് പോവാണ്. പക്ഷെ അവിടെ പോയിട്ടും പേര് തെറ്റിച്ചാണ് പറഞ്ഞത്. റിവിൻ എന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒന്നും കൂടി വീണ്ടും വന്നിട്ടാണ് അവസാനം നിവിൻ എന്നുള്ള പേര് കൺഫേം ആക്കിയത്. ആര്യൻ ഒരു സ്മാർട്ടായിട്ടുള്ള പ്ലെയർ ആണ്, നല്ല രീതിയിൽ ഗെയിം കളിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം കൊണ്ട് എനിക്ക് ആക്ച്വലി ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് വന്നത്. ബിക്കോസ് ഒരു ഗെയിമർക്ക് ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ വേണ്ടത് ഒബ്സർവേഷൻ സ്കിൽസ് ആണ്, പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ. സോ ഒബ്സർവേഷൻ തീരെ ഇല്ല. ഒരാളുടെ പേരും ഇതുവരെ പഠിച്ചിട്ടില്ല. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അത് ആര്യൻ്റെ സൈഡിൽ നിന്ന് ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി കമൻറ്റ് ബോക്സിൽ കുറച്ച് ആര്യൻ്റെ സപ്പോർട്ടേഴ്സ്, കാരണം ആര്യൻ ഓൾറെഡി ഇച്ചിരി PR കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നോക്കുമ്പോൾ അറിയാം. അങ്ങനത്തെ ആൾക്കാർ വന്ന് ആര്യനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ഇടണ്ട. കാരണം ലാംഗ്വേജിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആള് പ്രോപ്പർ മലയാളം അല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആരും വരാൻ നിൽക്കണ്ട. ബിക്കോസ് ഇത് മലയാളം സീസൺ 7 ഷോയാണ്. അതുകൊണ്ട് ഷോയിൽ മെജോറിറ്റി കാര്യങ്ങളും മലയാളത്തിലൂടെ ആയിരിക്കും കൺവേ ചെയ്യാൻ പോകുന്നത്. അത് പറ്റില്ലെങ്കിൽ വേറെ ലാംഗ്വേജിൽ ബിഗ് ബോസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ആര്യൻ മാത്രമല്ല ഈ അബദ്ധം പറ്റിയത്, ഗിസേലിനും പറ്റിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്തത് വരും. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനും കാര്യങ്ങൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പറയുന്നത് ലൈവ് അപ്ഡേറ്റ്സ് ആണ്. ഇനിയും ലൈവ് കണ്ടിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് തരാം.